അപ്പോൾ നമ്മുടെ പാക്കൊക്കെ ഇട്ടിട്ട് ഹെയർ വാഷ് കഴിഞ്ഞിട്ടുണ്ട്. ഒറ്റ യൂസിൽ തന്നെ ഇത്രയും വലിയൊരു മാറ്റം മുടിയിൽ ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലൈവായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ടാവും എത്ര മാറ്റമാണ് ഒറ്റ യൂസിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഹെയർ തിക്നെസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്ന ഈ ഒരു പാക്ക് ആഴ്ചയിൽ ഒരു തവണ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 മന്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയിൽ നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറമുള്ള റിസൾട്ട് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒറ്റ യൂസിൽ തന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല തിക്നെസ് ഉള്ളതുപോലെ തോന്നിപ്പിക്കാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ലൈവായി തന്നെ ഇത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അപ്പോൾ ഇനി നമുക്ക് ഒട്ടും സമയം കളയേണ്ട വീഡിയോയിലോട്ട് കടക്കാം. ഈ ഒരു പാക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഓരോ മുടിക്കും തിക്നെസ് ഇമ്പ്രൂവ് ചെയ്യാനും മുടിവേരുകളെ സ്ട്രോങ് ആക്കാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുമാത്രമല്ല, നമ്മൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ മുടി വലിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മുടെ മുടിക്ക് എത്ര സ്ട്രെങ്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പം മുടി വളർച്ച എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവും, പക്ഷേ അത് എത്രമാത്രം സ്ട്രോങ് ആയിട്ട് വളരുന്നു എന്നുള്ളതിലാണ് കാര്യം. അപ്പോൾ അതിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന സൂപ്പറായിട്ടുള്ളൊരു പാക്കാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി നമ്മുടെ പാക്കിലോട്ട് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ചോറ്. നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് ഒരുപാട് നല്ലതാണ്. ഇതിലടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ് നമ്മുടെ പൊല്യൂഷൻ മൂലം ഉണ്ടാകുന്ന ഹെയർ ഡാമേജ്, ഹെയർ ലോസ് എന്നിവയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് വളരെയധികം നല്ലതാണ്. ഇതിലടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡ് നമ്മുടെ ഹെയർ ഗ്രോത്ത് കൂട്ടാനും ഹെയറിന് നന്നായിട്ട് സ്ട്രെങ്ത് നൽകാനും അതേപോലെ തന്നെ മുടിക്കൊരു ഷൈനി ലുക്ക് തരാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഏത് അരിയുടെ ചോറ് വേണമെങ്കിലും എടുക്കാം. ഇപ്പം ഞാൻ ഈ ചോറിൻ്റെ കാണിക്കുമ്പോൾ തന്നെ പലരും ചോദിക്കും, ചേച്ചി ഏത് അരിയാണ്, പൊന്നി അരിയാണോ മട്ട അരിയാണോ? അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഏത് അരിയാണോ എടുക്കാനായിട്ട് ഇഷ്ടം അതെടുത്താൽ മതി. ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതെടുക്കാം. ഇനി അടുത്തതായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ തുളസിയാണ്. തുളസി നമുക്ക് ഏത് തുളസി വേണമെങ്കിലും എടുക്കാം കേട്ടോ. നമ്മുടെ തുളസിയിൽ ധാരാളം ആൻറ്റി ബാക്ടീരിയ പ്രോപ്പർട്ടി ഉണ്ട്. ഇത് നമ്മുടെ തലയോട്ടിയിൽ ഉണ്ടാകുന്ന ഫംഗൽ പോലുള്ള ബാക്ടീരിയ, ഡാൻഡ്രഫ് ഇതൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുമാത്രമല്ല, നമ്മുടെ ഈ തുളസിയുടെ നീര് നമ്മുടെ മുടിവേരുകൾക്കുള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് നമ്മുടെ മുടിവേരുകളെ സ്ട്രോങ് ആക്കാനും ഹെയർ ലോസ് കൺട്രോൾ ചെയ്യാനും ഹെയർ ഗ്രോത്ത് കൂട്ടാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന സൂപ്പറായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ തുളസി. ഇനി മൂന്നാമതായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മുരിങ്ങയിലയാണ്. മുരിങ്ങയില നമുക്ക് എല്ലാവർക്കും അറിയാം, ധാരാളം പ്രോട്ടീൻസും വൈറ്റമിൻസും നമ്മുടെ മുരിങ്ങയിലയിൽ അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഹെയർ തിക്നെസ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനും അതേപോലെ തന്നെ ഹെയർ ഗ്രോത്ത് കൂട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഇനി ഇത് മൂന്നും കൂടിയിട്ട് നമുക്ക് എങ്ങനെയാണ് ഹെയർ പാക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന 3 ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് നന്നായിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കണം. നല്ലൊരു തിക്കും അല്ല, എന്നാൽ നല്ലൊരു ലിക്വിഡും അല്ല, അങ്ങനെ ഒരു ഫോമിൽ നന്നായിട്ട് അടിച്ചെടുക്കണം. അതിനുശേഷം നമ്മളൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്ക് മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒറ്റ യൂസിൽ തന്നെ നന്നായിട്ട് തിക്നെസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഒറ്റ യൂസിൽ തന്നെ നല്ല തിക്നെസ് തോന്നിപ്പിക്കാനും മുടിക്കൊരു ഷൈനി ലുക്ക് തരാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ നമുക്ക് മാസത്തിൽ ഒരു 4 തവണ അല്ലെങ്കിൽ 5 തവണയൊക്കെ നമ്മൾ ഇത് യൂസ് ചെയ്ത് കൊടുക്കാം. വീക്ക്ലി 1 അങ്ങനെയായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ മുടിയിലല്ല കാണിക്കുന്നത്, വേറെ മുടിയിലാണ് കാണിക്കുന്നത്. അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നല്ല രീതിക്ക് തന്നെ ഇപ്പോൾ മുടിയിലൊക്കെ എണ്ണ തൊട്ട് പുരട്ടി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മുടിയിലെ ജടയെല്ലാം നല്ല രീതിക്ക് കളഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഈ നമ്മുടെ ഹെയർ പാക്ക് ഓരോ സെക്ഷൻ ബൈ സെക്ഷനായിട്ട് വേർതിരിച്ച് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ഈ ഹെയർ പാക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ സെക്ഷൻ ബൈ സെക്ഷനായിട്ട് എടുത്തിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. കാരണം നമ്മളെ ഹെയർ തിക്നെസ്സിന് വേണ്ടിയിട്ട് ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യുന്നത് കാരണം തന്നെ നമ്മുടെ ഓരോ മുടിക്കും തിക്നെസ് ഇമ്പ്രൂവ് ചെയ്താൽ മാത്രമാണ് നമുക്ക് മൊത്തത്തിലുള്ളൊരു ഹെയർ തിക്നെസ് ഉണ്ടാവുള്ളൂ. അത് കാരണം തന്നെ നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് നമ്മുടെ മുടിവേരുകൾക്കുള്ളിലേക്കും അതേപോലെ തന്നെ നമ്മുടെ ഓരോ മുടിയിലും അപ്ലൈ ആവുന്ന രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇപ്പം ഞാൻ കാണിക്കുന്ന രീതിക്ക് വേർതിരിച്ച് അപ്ലൈ ചെയ്യുക. ഒറ്റ യൂസിൽ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നന്നായിട്ട് തിക്നെസ് ഉള്ളതുപോലെ തോന്നിപ്പിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല മാറ്റം തന്നെ നമ്മുടെ മുടിയിൽ ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൂപ്പറായിട്ടുള്ളൊരു ടിപ്പാണിത്. അപ്പോൾ ഇതിൻ്റെ ബിഫോർ ആഫ്റ്റർ ഇമേജ് അല്ലെങ്കിൽ വീഡിയോ തന്നെ ഞാൻ കാണിക്കുന്നുണ്ട്. അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പാക്കാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് പാക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം.
ഓൾമോസ്റ്റ് എല്ലായിടത്തും തന്നെ പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയർ വാഷ് കഴിഞ്ഞിട്ട് കാണാം. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു മൈൽഡ് ഷാമ്പു വെച്ച് കഴുകുക. അതിനുശേഷം ഹെയർ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ കാണിക്കുന്നത് നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്ത് ഹെയർ വാഷ് കഴിഞ്ഞിട്ടുള്ള മുടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ബിഫോറും ആഫ്റ്ററും കണ്ടാൽ തന്നെ മനസ്സിലാവും മുടിയിൽ എത്ര മാറ്റമാണ് ഒറ്റ യൂസിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. മുടിക്ക് നല്ല രീതിക്ക് തന്നെ തിക്നെസ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മുടിക്ക് നല്ലൊരു ഷൈനി ലുക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു മുടി എന്ന് പറയുമ്പോൾ നല്ലൊരു ഫ്രിസി ഹെയർ ആണ് കേട്ടോ. പക്ഷേ ഈ മുടിയിൽ നമ്മൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്തപ്പോൾ നമ്മുടെ മുടിക്ക് നല്ലൊരു തിക്നെസ്സും അതേപോലെ തന്നെ നല്ലൊരു ഷൈനി ലുക്കും ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒറ്റ യൂസിൽ തന്നെ ഇത്രയും മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ എത്ര മാറ്റം ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അത് കാരണം തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഹെയർ തിക്നെസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പാക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1 മന്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഹെയർ തിക്നെസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുമാത്രമല്ല ഹെയർ ഗ്രോത്തിനും ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനൽ